ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻറ്റ് ആൻഡ് പാർട്ട് ടൈം MBA കുറിച്ചിട്ടാണ്. അതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഫുൾ ടൈം MBA കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫുൾ ടൈം MBA തന്നെയാണ്. പക്ഷേ ജോലിയുള്ള ആൾക്കാർക്കും മറ്റ് വിധ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കും പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് പോയി പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് MBA അല്ലെങ്കിൽ പാർട്ട് ടൈം MBA വളരെ നല്ലതാണ്. ഓക്കെ, പിന്നെ കുറച്ച് പേര് കേമാറ്റ് എഴുതാൻ സാധിച്ചിട്ടില്ല. സാർ ജോലിക്ക് പോയിട്ട് ഞാനൊരു MBA എടുത്താൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നത്. പ്ലസ് ലാറ്ററലി നിങ്ങൾ MBA ചെയ്യുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി നൈസ്. അത് എങ്ങനെയുള്ള MBA ചെയ്യണം? ഡിസ്റ്റൻറ്റ് വേണോ പാർട്ട് ടൈം വേണോ? അതിനെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. എന്താണ് അതിൻ്റെ വ്യത്യാസം? ഡിസ്റ്റൻറ്റ് MBAയുടെയും പാർട്ട് ടൈം MBAയുടെയും വ്യത്യാസം എന്താണ്? ഫുൾ ടൈം MBAയുടെയും വ്യത്യാസം എന്താണ്? റിക്രൂട്ടേഴ്സ് ഏതാണ് കണക്കിലെടുക്കുന്നത്? ഏതിനാണ് പൈസ കൂടുതൽ? ഇങ്ങനെയുള്ള കുറച്ച് കമ്പോണൻസ് ആണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. സോ വെൽക്കം ടു 1 Minute MBA. ദിസ് ഇസ് ഡോക്ടർ അരവിന്ദ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഞാനിവിടെ ഒരു പാരാമീറ്റർ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പാരാമീറ്റർ ടൈമാണ്. ഓക്കെ, പിന്നെ ഫുൾ ടൈം, പാർട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ. അപ്പം ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് വേറൊരു പരിപാടിക്കും പോകാൻ പറ്റാതെ നിങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആവുന്ന ഒരു കോഴ്സാണ് MBA ഫുൾ ടൈം. ഓക്കെ, സോ 1 year MBA ഉണ്ട്. 1 year MBA എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് MBA ആണ്. അതായത് നിങ്ങളിപ്പം കറൻ്റ്ലി നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു പാർട്ട് ടൈം MBA ഡിസ്റ്റൻറ്റ് MBA താല്പര്യമില്ല, നിങ്ങൾക്കൊരു എക്സിക്യൂട്ടീവ് MBA എടുക്കണം. 1 year എക്സിക്യൂട്ടീവ് MBA നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എക്സിക്യൂട്ടീവ് MBA പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് IIM നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഒറ്റ കാര്യം, നിങ്ങൾക്ക് മോർ ദാൻ 10 year ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് എക്സിക്യൂട്ടീവ് MBAയിൽ വേണം. മോർ ദാൻ 10 years ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് സിംബയോസിസിലുണ്ട്, XLRIയിലുണ്ട്, ബിറ്റ്സ് ബിലാനിയിലുണ്ട്, അപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 1 year MBA. അതുപോലെ തന്നെ 2 year MBA നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന പോലെ 2 year MBAയും നമുക്കിവിടെ ലഭ്യമാണ്, നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കൺട്രിയിൽ. ഓക്കെ, ഇനി കേരളത്തിലോട്ട് വരാം. കേരളത്തിൽ ആക്ച്വലി നിങ്ങൾ MBA ചെയ്യണമെങ്കിൽ നിങ്ങൾ കേമാറ്റ് എക്സാം എഴുതണം. അതായത് എപ്പോഴാണ് കേമാറ്റ് എക്സാം വേണ്ടി വരുന്നത്? നിങ്ങൾക്ക് ഒരു അഫിലിയേറ്റഡ് കോളേജിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള, യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ കയറണമെങ്കിൽ, അല്ലെങ്കിൽ AIUവിനകത്തുള്ള ഒരു കോളേജിന്, അതായത് AIU എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് വരുന്ന, അണ്ടറിൽ വരുന്ന കോളേജസിൽ അല്ലെങ്കിൽ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന കോളേജസിലോ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കേമാറ്റ് എഴുതണം. അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഈ ഫുൾ ടൈമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കൊല്ലം 2.5 കൊല്ലം എന്തായാലും നിങ്ങൾ ഇതേന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ഫുള്ളി എഡ്യൂക്കേഷൻ. എപ്പോഴും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ 2 കൊല്ലം എന്ന് പറയുന്നത്, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വന്ന് MBAക്ക് ചേരുമ്പോഴത്തേക്ക് നല്ലൊരു കോളേജിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. കാരണം ഒരുപാട് പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടും. നിങ്ങൾ മസ്റ്റായിട്ട്, ഞാൻ ഒരു പോസിറ്റീവ് രീതിയിലാണ് പറയുന്നത്, നിങ്ങൾ അത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാകും. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സ് കിട്ടും. ചുമ്മാ ആരുടെയെങ്കിലും കോപ്പി അടിച്ച് എഴുതി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല രീതിയിൽ എഴുതുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് അതിൽ നിന്നും വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം നിങ്ങൾ റിസർച്ച് സ്കില്ല് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ ബുക്കുമായിട്ടുള്ള ഒരു ടച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കൂടുതൽ അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നോളജസ് നമുക്ക് കിട്ടും. അത് ബുക്കിൽ നിന്ന് കിട്ടും. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് റിസൾട്ട്സ് ഒന്ന് മാത്രമല്ല കിട്ടുന്ന, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആക്ച്വലി ഫുൾ ടൈമിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് വേറൊരു കാര്യവും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഫുൾ ടൈമിൽ നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് അക്കാഡമിക് ലൈഫിലോട്ടായിരിക്കും. ജോലിയില്ല, വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഫുൾ ടൈം വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, ക്ലബ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഹാവ് ആൻ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ക്ലബ്, HR ക്ലബ്, ഫിനാൻസ് ക്ലബ്, ഓപ്പറേഷൻസ് ക്ലബ്, സിസ്റ്റം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ക്ലബ്ബിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റും. ആ ക്ലബ്സിൻ്റെ എല്ലാം പരിപാടിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കോളേജിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ബസ് മാനേജർ, ഇങ്ങനെയുള്ള സ്റ്റേജ് പരമായിട്ടുള്ള നിങ്ങൾക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ ആക്ച്വലി ഫുൾ ടൈം കോഴ്സിൽ നിന്ന് കിട്ടും.
ന്യൂസ് അനാലിസിസ്. ചില കോളേജസ്, നല്ല കോളേജസിലെല്ലാം ന്യൂസ് അനാലിസിസ് ഉണ്ട്. എല്ലാ ദിവസവും അല്ലെങ്കിലും ആഴ്ചയിൽ 2 ദിവസമൊക്കെ ന്യൂസ് അനാലിസിസ് ഉണ്ട്. ആ ന്യൂസ് അനാലിസിസ് ചുമ്മാ എന്തെങ്കിലും ന്യൂസ് നോക്കി വായിക്കാനല്ല, ആ ഒരു ന്യൂസിനെ കുറിച്ച് ആ ന്യൂസിൽ നിന്ന് വെളിയിലോട്ട് പോയി നേരത്തെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം കൊണ്ടുവന്ന് ന്യൂസിനെ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂസ് അനാലിസിസ്. അല്ലെങ്കിൽ ആ ന്യൂസിനെ ഒരുപാട് പഠിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ന്യൂസ് അനാലിസിസ് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകാൻ നേരത്ത് ഈ 2 കൊല്ലവും നിങ്ങൾ ന്യൂസ് അനാലിസിസ് കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു നോളജ് ആ ന്യൂസിനെ കുറിച്ചും, നിങ്ങൾക്കൊരു ന്യൂസ് റീഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ ന്യൂസിനെ പെർസ്യൂ ചെയ്യുന്ന ഒരു ഹാബിറ്റും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ അത് സഹായമാകും എന്നുള്ളതാണ്. സോ ഫുൾ ടൈം MBAയുടെ ഒരു ഗുണം, അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരുപാട് ആക്ടിവിറ്റിയാണ്. പഠിത്തത്തെക്കാൾ കൂടുതൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ MBA. അതുകൊണ്ട് തന്നെ റിക്രൂട്ടേഴ്സ് എപ്പോഴും അവർക്ക് അട്രാക്ഷൻ ഫുൾ ടൈം MBAയിലോട്ടാണ്. പാർട്ട് ടൈം MBA എന്താണ്? പാർട്ട് ടൈം MBA ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ജോലി കഴിഞ്ഞ് എല്ലാ ദിവസവും ഈവനിങ് നിങ്ങൾ പോയി പാർട്ട് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ പാർട്ട് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, MG യൂണിവേഴ്സിറ്റിയുടെ പാർട്ട് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് നിലവിലുണ്ട് നമ്മുടെ കേരളത്തിൽ. നിങ്ങളുടെ ജോലി കഴിഞ്ഞ് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ് പാർട്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ദിവസവും ചിലപ്പം ക്ലാസ് കാണും. തിങ്കൾ തൊട്ട് വെള്ളി വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് കാണുന്നതാണ്. അപ്പം ജോലി കഴിഞ്ഞിട്ട് നേരെ പാർട്ട് ടൈം ക്ലാസ്സിലോട്ട് നിങ്ങൾ വരിക. അത് കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലാസ് കഴിയുന്നതായിരിക്കും. അതാണ് പാർട്ട് ടൈം എന്ന് പറയുന്നത്. ഒരു സെമി ഇമേഴ്സീവായിട്ട്, അതായത് ഫുൾ ടൈം അല്ല എന്നാലും കോളേജിൽ വരണം എന്നുള്ള രീതിക്കാണ് പാർട്ട് ടൈമിൻ്റെ പഠനം പോകുന്നത്. ഒരുവിധമൊക്കെ നമുക്ക് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാം, ആക്ടിവിറ്റീസൊക്കെ നടക്കും, എല്ലാ ദിവസവും ടീച്ചറുമായിട്ട് കീപ്പ് ഇൻ ടച്ച് എന്നുള്ള രീതിയാണ് പാർട്ട് ടൈമിൻ്റെ ഒരു പ്രത്യേകത. ഡിസ്റ്റൻസ് MBAയുടെ ഗുണം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് MBA ഇപ്പം ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാർ തൊട്ട് മിലിറ്ററിയിലിരിക്കുന്ന ആൾക്കാർ വരെ ഇപ്പോൾ ഡിസ്റ്റൻറ്റ് MBA ആണ് തിരഞ്ഞെടുക്കുന്നത്. വളരെ ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും പോകണ്ട, പരീക്ഷയ്ക്ക് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, മെറ്റീരിയൽസ് അവർ അയച്ചു തരും, വീട്ടിൽ ഇരുന്ന് പഠിക്കാം, ജോലിയിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു ഫ്ലെക്സിബിൾ ഉണ്ട്. ഈ പ്രാവശ്യം പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അസൈൻമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അസൈൻമെൻറ്റ്സ് എല്ലാം ഫുള്ളി കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ആവും. വളരെ ഫ്ലെക്സിബിളാണ് ഡിസ്റ്റൻറ്റ് MBA എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഏതാണെന്ന് നോക്കാം. പാരാമീറ്റർ റിക്രൂട്ടർ ചോയ്സ് ആണ്. റിക്രൂട്ടർ എപ്പോഴും ഫുൾ ടൈം MBA ആണ് നോക്കുന്നത്. പക്ഷെ അതിനകത്തൊരു പോസിറ്റീവ് വശം, പാർട്ട് ടൈമും ഡിസ്റ്റൻസിൻ്റെയും ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പാർട്ട് ടൈം MBA ചെയ്യുന്ന ഒരാൾ ഡെഫിനറ്റ്ലി 90% പാർട്ട് ടൈമും ഡിസ്റ്റൻറ്റും ചെയ്യുന്ന ഒരാൾക്ക് ജോലി കാണും. ഓക്കെ, ജോലി കാണാത്ത ഒരാൾ പാർട്ട് ടൈമും ഡിസ്റ്റൻറ്റും പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ ജോലിയിലുള്ള ഒരാൾക്ക് പാർട്ട് ടൈം ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആയിരിക്കും നല്ലത്. അതിനകത്ത് നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്തിയാൽ മതി. എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് എടുക്കുക, എല്ലാ ദിവസവും പോകാൻ പറ്റുവാണെങ്കിൽ പാർട്ട് ടൈം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഫുൾ ടൈം ആണ് നിങ്ങൾ പോലുള്ള ഒരു ഫ്രഷറിന് ഏറ്റവും നല്ലത്. അതായത് പ്രായം കുറവും നിങ്ങൾ ഫ്രഷറും ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഫുൾ ടൈം തന്നെ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും. ഫുൾ ടൈം MBA ചെയ്ത ഒരാളെയും പാർട്ട് ടൈം MBA ചെയ്തതും ഡിസ്റ്റൻറ്റ് MBA ചെയ്ത ഒരാളെയും രണ്ടും 2 വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഇൻ്റർവ്യൂ സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് ടൈം MBAയുടെ ഒരു ബ്യൂട്ടി നമുക്ക് നോക്കാം. ലാറ്ററൽ പ്രൊമോഷനാണ്. ജോലിയുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുന്നത്, MBA കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് എന്താ പറയുന്നത്, ഒരുപാട് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർക്ക് കിട്ടും. ഓൾറെഡി ദേ ആർ ഇൻ ടു എ ജോബ്. സോ വർക്കിംഗ് സ്കിൽസ് എന്തായാലും ഉണ്ട്. അവർക്ക് വർക്കിംഗ് സ്കിൽസ് ഉണ്ട്, പക്ഷേ ഫുൾ ടൈം MBA ആൾക്കാർക്ക് വർക്കിംഗ് സ്കിൽസ് ഇല്ല. അപ്പോൾ അവർക്ക് കുറച്ച് വർക്കിംഗ് സ്കിൽസ് എല്ലാം നമുക്ക് എന്താ പറയുന്നത് ഫുൾ ടൈം MBAയിൽ കിട്ടത്തുള്ളൂ. പക്ഷേ പാർട്ട് ടൈം MBAയിൽ വർക്കിംഗ് സ്കിൽസ് ഉണ്ട്. നേരെ വന്ന് MBA പഠിക്കുകയാണ്. ആ പഠിക്കുന്ന കാര്യം പിന്നെ അവർക്ക് ഈ അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പഠന രീതിയാണ് പാർട്ട് ടൈം MBA എന്ന് പറയുന്നത്. അതാണ് പല ആൾക്കാരോടും ഞാൻ പറയുന്നത്, KMAT സാർ എഴുതാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു
KMAT എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കൊല്ലം എന്താ പറയുന്നത്, ഈ 2020 നമുക്ക് പെട്ടെന്ന് മിക്കവാറും കടന്നു പോകും. ആക്ച്വലി പല കോളേജസിലും ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല ഇതുവരെ. എക്സാംസ് എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു PG ഡിപ്ലോമയോ അല്ലെങ്കിൽ പാർട്ട് ടൈം MBA തന്നെ ചേരുക, ജോലിക്ക് പോവുക. ജോലിക്ക് പോകുമ്പോഴത്തേക്ക് 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അല്ലെ 2.5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കിട്ടും, 2 കൊല്ലത്തെ എക്സ്പീരിയൻസും കിട്ടും. അപ്പോൾ എപ്പോഴും ഇതിനകത്തൊരു റിട്ടൺ റൂളൊന്നുമില്ല, ഫുൾ ടൈം പഠിക്കണം എന്നുള്ള ഒരു റിട്ടൺ റൂളൊന്നുമില്ല. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻവോയ്സ്, ഇപ്പോൾ ഫ്രഷറിൻ്റെ അടുത്ത് ഒരു ഫ്രഷർ ഫുൾ ടൈം MBAയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് ഇൻവോയ്സിൽ എത്ര കോളംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പാർട്ട് ടൈം MBA അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് MBA ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ പറ്റും. എന്താണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ചിലപ്പം പാർട്ട് ടൈം MBA നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ അയാളുടെ കമ്പനിയെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഫ്രഷർ ചിലപ്പോൾ തിയറി പറഞ്ഞെന്ത് ചെയ്യും, അതായത് ഫുൾ ടൈം MBA ചെയ്യുന്ന ആൾ. അപ്പം ഗുണങ്ങൾ രണ്ടിനും രണ്ടാണ്. ഇപ്പോൾ പാർട്ട് ടൈം MBA ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി നമുക്കിത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻറ്റും അത് തന്നെയാണ്, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കണക്റ്റഡ് ആവുന്നത് ഡിസ്റ്റൻറ്റ് സംബന്ധിച്ച് എന്താ പറയുന്നത്, കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പാർട്ട് ടൈം ആണ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് എല്ലാ ദിവസവും കണക്റ്റായി നിൽക്കുന്നത്. സോ റിക്രൂട്ടർ ലുക്ക് ഫോർ ഈദർ സർട്ടിഫിക്കേഷൻ ഫ്രം റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി. ഡെഫിനറ്റ്ലി നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുവാണെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി കേരള യൂണിവേഴ്സിറ്റിക്ക് പാർട്ട് ടൈം MBA ഉണ്ട്, കാലിക്കറ്റ്, അങ്ങനെ നമ്മുടെ കേരളത്തിലെ മിക്ക യൂണിവേഴ്സിറ്റീസും പാർട്ട് ടൈം MBA ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻറ്റ് MBAയും ചില യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻറ്റ് MBAയുടെ കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻറ്റ് MBA അടുത്ത നമുക്ക് നോക്കാം. ഡിസ്റ്റൻറ്റ് MBA റിക്രൂട്ടേഴ്സിൻ്റെ എന്താണ്, ഓൾറെഡി ദേ ആർ ഇൻ ടു എ ജോബ്. മെയിൻലി മിലിറ്ററിയിലൊക്കെ, സൈന്യത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നതാണ് ഡിസ്റ്റൻറ്റ് MBA. ഓക്കെ, കാരണം അവർക്ക് ദൂരെ എന്താ പറയുന്നത്, ചിലപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് ക്ലാസ് പാർട്ട് ടൈം പോലെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഡിസ്റ്റൻറ്റ് MBA ആയിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള സമയത്ത് ഒരു ട്രെൻഡ്, കോവിഡ് വന്നപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും അഡാപ്റ്റഡായി. ഡിസ്റ്റൻറ്റ് ഇപ്പം ഫുൾ ടൈം തന്നെ ഡിസ്റ്റൻറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല പാർട്ട് ടൈമിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ്റെയും പാർട്ട് ടൈം എഡ്യൂക്കേഷൻ്റെയും സമയമായിരിക്കും ഇനി. അപ്പോൾ ഡിസ്റ്റൻറ്റ് MBA ഒക്കെ ഇപ്പോൾ അപ്രൂവ് ആയി തുടങ്ങി. പല യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ അപ്രൂവ്ഡ് ആയിരുന്നു, ഈവൻ PSC അപ്രൂവ്ഡ് ആണ് പല യൂണിവേഴ്സിറ്റിയുടെ. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻറ്റ് MBA ഇപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഓൺലൈനായിട്ട് പഠിക്കാവുന്നതാണ്. പാർട്ട് ടൈമും ഇപ്പോൾ ഓൺലൈനാണ്, ഫുൾ ടൈമും ഇപ്പോൾ ഓൺലൈനാണ്. അപ്പം ഓൾമോസ്റ്റ് ഫുൾ ടൈം എല്ലാം കൂടി ഇപ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് പാർട്ട് ടൈം മോഡിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും എല്ലാ PSC UPSC എക്സാംസും റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ പാർട്ട് ടൈമും ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനും അവരെടുക്കുന്നുണ്ട്. എല്ലാ കമ്പനീസും ഇപ്പം അതെടുക്കുന്നുണ്ട്. ഈവൻ ലൈക്ക് നമുക്ക് ഒരുപാട് വാല്യൂ ആഡഡ് കോഴ്സിറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എഡെക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോം അപ്ഗ്രേഡ് എന്ന് പറയുന്നതൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ എടുത്താൽ ഇപ്പോൾ കമ്പനി ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ച സർട്ടിഫിക്കറ്റ്സിന് വാല്യൂ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള സമയം എല്ലാം ഡിസ്റ്റൻറ്റിലോട്ടായിരിക്കാം മാറുന്നത്. വെറുതെ 2 കൊല്ലം കളയണ്ട എന്നുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ചേരുന്നവർ ചേരട്ടെ, പക്ഷേ ലൈക്ക് ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലിക്ക് പോയി കൂടെ MBA ചെയ്യുവാണെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഒരുപാട് പ്രാക്ടിക്കലും തിയറി ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിയറി. ഫുൾ ടൈം എന്ന് പറയുന്നത് തിയറി മാത്രമാണ്, ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ട് എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല. അപ്പം ഏതാണ് നല്ലതെന്നുള്ളത് നമുക്ക് അവസാനം പറയാം. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് പിയർ ലേണിംഗ് ആണ്. ഫുൾ ടൈമിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റി സെഷൻസും, നമുക്ക് കേസ് സ്റ്റഡീസും പ്രസൻറ്റേഷൻസും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും റോൾ പ്ലേസും ട്രെയിനിങ്സും എല്ലാം കിട്ടും. ഇതെല്ലാം ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫുൾ ടൈം ക്ലാസ്സിൽ ഏകദേശം ഒരു ക്ലാസ്സിൽ ഒരു ബാച്ചിൽ 60 പേരാണുള്ളത്. ചിലപ്പോൾ 2 ബാച്ച് ഉണ്ടെങ്കിൽ 120 പേരാണ്, 3 ബാച്ച് ഉണ്ടെങ്കിൽ 180 പേരാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലീഡർഷിപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, സെയിൽസ് ആക്ടിവിറ്റി, മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ് കൂടുതൽ. MBAയിൽ ആക്ടിവിറ്റിയാണ്. MBA ഈസ് നോട്ട് സ്റ്റഡിങ്, MBA ഈസ് ഡൂയിങ്. ആക്ച്വലി
ലേണിംഗ് ബൈ ഡൂയിങ് ആണ് MBA എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് MBAക്കകത്ത് ചെയ്യാൻ പറ്റും. അത് പാർട്ട് ടൈമിലും ഡിസ്റ്റൻറ്റിലും നമുക്ക് കാണത്തില്ല. ഈവൻ ദോ ദേ ആർ ഇൻ ടു എ ജോബ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഫുൾ ടൈമിൻ്റെ സ്കിൽസ് ഒരു നല്ല സ്കിൽസാണ്. ഒരുപാട് നല്ല സ്കിൽസ് ഫുൾ ടൈം പഠിക്കുന്ന ഒരാൾക്ക് നല്ല സ്കിൽസ് കിട്ടും. ഡെഫിനറ്റ്ലി പാർട്ട് ടൈമും ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു രീതിക്ക് അയാൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം പല ഗുണങ്ങളാണ്. അപ്പം പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം, പിയർ ലേണിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ലേണിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി സർക്കിൾ വെച്ചിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്നത് ഫുൾ ടൈമാണ്. പാർട്ട് ടൈമിൽ പിയർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൺഫൈൻഡ് ആണ്. കുറച്ച് എല്ലാ ദിവസവും കോളേജിൽ പോകുന്നുണ്ട്, പക്ഷേ പാർട്ട് ടൈമിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് പേരൊക്കെ വരത്തുള്ളൂ, എല്ലാ ദിവസവും ഒന്നും ആൾക്കാർ വരത്തില്ല. സോ പിയർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി കുറവാണ്. ഡിസ്റ്റൻറ്റിലാണെങ്കിൽ പിയർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഓക്കെ, സോ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ മേജർ ഡിസഡ്വാൻറ്റേജ് ലാക്ക് ഓഫ് പിയർ ലേണിംഗ്. അങ്ങനെ ഒരു സംഭവമില്ല ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ. നമുക്ക് മെറ്റീരിയൽ കിട്ടും, അല്ല ഓൺലൈൻ ക്ലാസ് കിട്ടും. ആ ഓൺലൈൻ ക്ലാസ് നമുക്ക് ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് കിട്ടും, ആ പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഫുൾ ടൈം MBAയിൽ ഒരു കേസ് സ്റ്റഡി തരും. കേസ് സ്റ്റഡി നമുക്ക് ഒരു ടീമായിട്ട് നമ്മളെ സർക്കിളിലൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ ആ കേസ് സ്റ്റഡി ഡിസ്കസ് ചെയ്യും, അത് ഒരുമിച്ച് പോയി പ്രസൻറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യം ലേണിംഗ് എക്സ്പീരിയൻസ് എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ടൈമിൽ വരും. പാർട്ട് ടൈമിൽ ഒരു പോർഷൻ, അത് ഒരു ക്വാർട്ടറിൻ്റെ മാത്രമേ വരത്തുള്ളൂ. ഡിസ്റ്റൻറ്റിനകത്ത് അത് 0 തന്നെ ആയിരിക്കും. സോ പക്ഷേ എന്ത് ചെയ്യാനാ, പാർട്ട് ടൈമും ഡിസ്റ്റൻസിലും ജോബിൽ കിട്ടുന്ന കുറേ ട്രെയിനിങ്സ് അവർക്ക് നല്ലതായിരിക്കും, ജോബിലെ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. ഫുൾ ടൈമിൽ തിയറി വൈസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി സെഷൻസും ഒക്കെ കൊണ്ട് ഫുൾ ടൈമിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. അടുത്ത് നമുക്ക് നോക്കാം ഫീസ്. ജനറലി നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങളൊരു ഫുൾ ടൈം ചെയ്യുവാണെങ്കിൽ കോസ്റ്റ് ഒരുപാട് കൂടുതലാണ് യൂണിവേഴ്സിറ്റിക്കും മാനേജ്മെൻറ്റിനും ഒക്കെ. കാരണം നിങ്ങൾ ഡെയിലി വരുന്നു, എന്താ പറയുന്നത്, ബസ്സിൻ്റെ ഫീസ് നിങ്ങൾക്ക് കൊടുക്കണം, നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഫീ കൊടുക്കണം, നിങ്ങൾ എന്താ പറയുക, എക്സാം ഫീ, ലൈബ്രറി ഫീ, ഇങ്ങനെയുള്ള കോഷൻ ഡിപ്പോസിറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫീസുണ്ട്, യൂണിഫോം ഫീസ്. ഓക്കെ, പിന്നെ നിങ്ങൾ റെസിഡൻഷ്യൽ കോളേജാണ്, അതാണ് ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞ റെസിഡൻഷ്യൽ കോളേജ് ദയവ് ചെയ്ത് ഓപ്റ്റ് ചെയ്യരുത്. അതിൻ്റെ ആവശ്യമില്ല. MBA ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ പാർട്ട് ടൈം ചെയ്യുന്നവർ അവർക്ക് ജോലിയുണ്ട്, പിന്നെ തിയറിയും കൂടി മതി. നിങ്ങൾക്ക് രാത്രിയും അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ റെസിഡൻഷ്യൽ കോഴ്സ് എന്നൊക്കെ പറയുന്ന IIMSലൊക്കെയാണ് റെസിഡൻഷ്യൽ കോഴ്സ് നമുക്ക് നല്ലത്. ആക്ച്വലി റെസിഡൻഷ്യൽ കോഴ്സ് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെയുള്ള പിയർ ലേണിംഗ്, ഒന്ന് രാത്രി എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ തരുവാണെങ്കിൽ പിയർ ലേണിംഗ്. സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ബിഗ് ഷോട്ട് ഫാക്കൽറ്റി വരുവാണെങ്കിൽ, ചിലപ്പോൾ അയാൾ US നിന്നായിരിക്കും വരുന്നത്, രാത്രി 3 മണിക്കായിരിക്കും, അയാൾക്ക് 4 മണിക്ക് സെഷൻ വേണമെന്ന് പറയും, രാവിലെ 7 മണിക്ക് അയാൾക്ക് പോകാനുള്ളതായിരിക്കും. അപ്പം ക്യാമ്പസിൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. അതിനാണ് റെസിഡൻഷ്യൽ കോളേജ്. അപ്പം ഈ സാധാ കോളേജൊക്കെ ഒരു ഇൻകം സോഴ്സാണ് റെസിഡൻഷ്യൽ കോളേജ്. ഇൻകം എവിടെ നിന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹോസ്റ്റൽ ഫീസ് അവർ എടുക്കും, ക്യാൻറ്റീൻ ഫീസ് അവരെടുക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെസിഡൻഷ്യൽ കോളേജിൽ. അപ്പോൾ ഈ 2 ഇൻകവും കൂടി കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ക്രോസ് ആണ് ഒരു കോളേജിന് കിട്ടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള കോളേജുകൾ ദയവ് ചെയ്ത് ഈ ഒരു സമയത്തേക്ക് നിങ്ങൾ ഡോണ്ട് ബേൺ യുവർ പോക്കറ്റ് ലൈക്ക് എനിത്തിങ്. സോ പാർട്ട് ടൈം MBA എന്ന് പറയുന്നത് ഫീസ് ഈസ് ജനറലി ലെസ് ദാൻ ഫുൾ ടൈം MBA. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സാലറി ഉണ്ട്, സാലറിയുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻറ്റ് MBA എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ലോവസ്റ്റാണ്. ഡിസ്റ്റൻറ്റ് MBAയുടെ എഡ്യൂക്കേഷനൊക്കെ ഏകദേശം ഒരു 25,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരു MBA തീർക്കാൻ പറ്റും. അതാണ് ഡിസ്റ്റൻറ്റിൻ്റെ ഒരു ബ്യൂട്ടി, ഡിസ്റ്റൻറ്റ് MBAയുടെ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ്റെ ഒരു ബ്യൂട്ടി. ഭയങ്കര ബഡ്ജറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ജോലിയുണ്ട്, നമുക്ക് എക്സ്പീരിയൻസും ഉണ്ട്, നമ്മൾ ക്വാളിഫൈഡുമാണ്. Okay, now once you get into a job and start pursuing MBA, definitely no one would question you. കാരണം നിങ്ങൾ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അപ്പം പാർട്ട് ടൈമും അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, മെറിറ്റ്സ് അതിനുണ്ട്. ഫുൾ ടൈം എന്ന് പറയുന്നത് ഒരുപാട് പൈസ പോകുന്ന ഒരു രീതിയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു വലിയ കുതിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളവിടെ 2 കൊല്ലം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിവതും റെസിഡൻഷ്യൽ കോളേജ് പ്രിഫർ ചെയ്യാതിരിക്കുക.
ഇൻ കേസ് നിങ്ങൾക്കൊരു വൈകിട്ടൊക്കെ പാർട്ട് ടൈം ജോബിന് പോകണമെങ്കിൽ റെസിഡൻഷ്യൽ കോളേജിൽ നിന്ന് വിടില്ല. ഓക്കെ, ദെൻ എന്തായാലും നിങ്ങൾ പിള്ളേരാണ്, നിങ്ങൾക്ക് പുറത്ത് പോയി ആഹാരമൊക്കെ കഴിക്കണമെന്ന് തോന്നും, ഒരു ഡിന്നർ കഴിക്കണം, ലഞ്ച് കഴിക്കണം. എന്തായാലും നിങ്ങൾ ക്യാൻറ്റീൻ ഫീ കൊടുക്കും. ഒരിക്കലും ക്യാൻറ്റീൻ ഫുഡ് എപ്പോഴും പിള്ളേർ കഴിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു നഷ്ടങ്ങളൊക്കെ വരും. ഞാൻ നേരത്തെ റെസിഡൻഷ്യൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങൾ ഫുൾ ടൈം പഠിക്കുമ്പോഴത്തേക്ക് റെസിഡൻഷ്യൽ കോളേജ് ഓപ്റ്റ് ചെയ്യരുത്. നിങ്ങളൊരു ഡേ സ്കോളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന നോൺ റെസിഡൻഷ്യൽ കോളേജ് ഓപ്റ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നോൺ റെസിഡൻഷ്യൽ കോളേജിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബിന് ഈവനിങ് പോകണമെങ്കിൽ ആക്ച്വലി നോൺ റെസിഡൻഷ്യൽ കോളേജ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. സോ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ദീസ് ആർ ദ 4 പാരാമീറ്റേഴ്സ് ടു കൺസിഡർ. ഒന്നെന്ന് പറയുന്നത് ടൈം കമ്മിറ്റ്മെൻറ്റ്, രണ്ടെന്ന് പറയുന്നത് റിക്രൂട്ടർ ചോയ്സ്, പിയർ ലേണിംഗ്, ഫീസ്. അപ്പോൾ MBA ചേരുന്നതിന് മുമ്പേ ഈ 4 ഘടകങ്ങൾ നിങ്ങൾ നോക്കണം. ഒന്നെന്ന് പറയുന്നത് ടൈം. നിങ്ങൾക്ക് ടൈമുണ്ടോ? ഇപ്പോൾ 2 കൊല്ലം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ 2 കൊല്ലം നിങ്ങൾ പഠിത്തം മാത്രമാണ്. ഓക്കെ, ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. ആ ഒരു രീതി ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോകാം. അല്ലാതെ ജോലി കട്ട് ചെയ്തിട്ട് പോകണമെന്നില്ല. ജോലി കട്ട് ചെയ്തിട്ട് നിങ്ങൾ IIMലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഓക്കെ, അല്ലെ നിങ്ങൾക്ക് ഫുൾ ടൈം വേണം ജോലി, എനിക്ക് കുറച്ച് 2 കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ മനസ്സാണ്. അപ്പം നിങ്ങൾ ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു MBA ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്നാമത്തെ എടുക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് റിക്രൂട്ടർ ചോയ്സ് എന്ന് പറയുന്നത് ഫുൾ ടൈം ആയിരിക്കും റിക്രൂട്ടർ. കാരണം ഈ റിക്രൂട്ടർ ചോയ്സ് ഒരിക്കലും ഡിസ്റ്റൻറ്റും പാർട്ട് ടൈമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് എന്തായാലും ഒരു ബേസ് ഉണ്ട്. ബേസ് മീൻസ് അവർക്ക് എന്തായാലും ഒരു ജോലി അവർക്കുണ്ട്. ഓക്കെ, ഒരു കാറ്റഗറി ആൾക്കാരെ എടുക്കാം. നമുക്ക് വീട്ടമ്മമാർക്ക്, ഇവർക്കൊക്കെ ഏറ്റവും പറ്റിയൊരു കോഴ്സാണ് പാർട്ട് ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ. ഓൺട്രപ്രണേഴ്സ് പാർട്ട് ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ. ഫുൾ ടൈമിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സും, ഇപ്പം ഹോം മേക്കർ ആണെങ്കിൽ അവരുടെ, ഇതിനകത്ത് ഞാൻ പ്രായം പറയുന്നില്ല, പ്രായം എത്ര വേണമെങ്കിലും ആവാം, ഈവൻ ലൈക്ക് 70s ആവാം, 80s ആവാം, ആർക്ക് വേണമെങ്കിലും MBA പഠിക്കാവുന്നതാണ്. സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബിസിനസ് നോക്കാൻ വേണ്ടിയിട്ട്, ഫാമിലി ബിസിനസ് നോക്കാൻ വേണ്ടിയിട്ട്. അടുത്തതെന്ന് പറയുന്നത് പിയർ ലേണിംഗ് ആണ്. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമേഴ്സ് ചെയ്ത് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഫുൾ ടൈം തന്നെയാണ് നല്ലത്. ഒരു ഇൻ്റർമീഡിയറി ലെവൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഇൻ്റർമീഡിയറി ലെവൽ ടീം വർക്കൊക്കെ ആയിട്ട് ലേണിങ്സ് അങ്ങനെ എടുക്കണമെങ്കിൽ, ബുക്കിഷ് മാത്രമാവാതെ ആക്ടിവിറ്റിയിലൂടെ പഠിക്കണമെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലോട്ട് പോകണമെങ്കിൽ പാർട്ട് ടൈം തന്നെയാണ് നല്ലത്. അടുത്തതെന്ന് പറയുന്നത്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് എഴുതി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം, അതിന് എനിക്കൊരു ഡിഗ്രി MBA വേണം, അതിന് എനിക്ക് ഡിസ്റ്റൻ്റ് ആണ് നല്ലത്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫീ. ഒരുപാട് പേര് ഇങ്ങനെയുള്ള ക്രഞ്ചസ് ഉള്ള സമയമാണ് സർ ഇപ്പം MBA ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ അന്നേരം പറഞ്ഞു ഗവൺമെൻറ് കോളേജസ് നല്ലതാണ്, പാർട്ട് ടൈം നിങ്ങൾ പോകും, ഇപ്പോൾ ഒരു ജോലിയും കൂടി പോകും, അപ്പോൾ രണ്ടും നിങ്ങളുടെ പഠിത്തവും പോകുന്നില്ല. ആരും മോശക്കാരാണെന്നൊന്നും പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനും പാർട്ട് ടൈം എഡ്യൂക്കേഷനും ഫുൾ ടൈം എഡ്യൂക്കേഷനും എല്ലാം ഇപ്പം ഡിസ്റ്റൻ്റായി മാറി എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള സമയത്ത്, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ചെയ്യുന്ന പാർട്ട് ടൈം ആണോ ഡിസ്റ്റൻ്റ് ആണോ ഫുൾ ടൈം ആണോ എന്നുള്ള രീതിയൊന്നും നോക്കത്തില്ല. സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ സ്കില്ലുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരുപാട് കോഴ്സസ് എനിക്ക് ഒരുപാട് ക്രഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഞാൻ SC/ST വിഭാഗത്തിലുള്ള ആളാണ്, സോ എനിക്ക് എന്തെങ്കിലും ഗ്രാൻഡ് കിട്ടും. ഒരിക്കലും പ്രൈവറ്റ് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടത്തില്ല. പാർട്ട് ടൈമിൽ നിന്നും ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഗ്രാൻഡ് പ്രതീക്ഷിക്കരുത്. നിങ്ങളൊരു ഗവൺമെൻറ് കോളേജിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UIMലും IMKയിലും QSATലും QFOSലും ബാക്കിയുള്ള MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ ഗ്രാൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫീ കൺസെഷനും ഗ്രാൻഡും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട. ഈ 4 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ടൈം കൺസിഡറേഷൻ, ദെൻ റിക്രൂട്ട്മെൻറ്റ് ചോയ്സ്, പിയർ ലേണിംഗ് ആൻഡ് ഫീസ്. ഇതിലേതാണ് നല്ലത്? ഈ പറഞ്ഞതിൽ, ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഏത് ഫോമാണ് നല്ലത്? ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ ഡിസ്റ്റൻ്റ് ആണോ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. നിങ്ങൾക്ക് ജോലി വേണം, ഒരു ഡിഗ്രിയും വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാർട്ട് ടൈമോ ഡിസ്റ്റൻറ്റോ സെലക്ട് ചെയ്യാം. ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഫുൾ ടൈം ആയിട്ട് പഠിക്കാം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്, അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. താങ്ക് യു സോ മച്ച്.